വേറെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള അവസ്ഥയെ അപഗ്രഥിച്ച് നമ്മളുടെ പോരായ്മകളും നമ്മളുടെ സാധ്യതകളും കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകലാണ്. പക്ഷെ ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഒരു തരികിട കളി മാത്രമാണ്. ഞാൻ തൊട്ട് മുമ്പ് ധനകാര്യ മന്ത്രിയുമായിട്ട് ഒരു ഡിബേറ്റിൽ ഉണ്ടായിരുന്നു ഒരു സ്വകാര്യ ചാനലിൽ. നോക്കൂ, എന്താണ് നമ്മുടെ മൂലധനം കേരളത്തിന്റെ? കേരളത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് ഈ രണ്ട് മുന്നണികൾ വിട്ടുകാലം അത്രയും ഭരിച്ചു നമുക്ക് നേടിത്തന്ന കടമാണ്. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? വായ്പയാണ്. നമ്മുടെ ചെലവെന്ന് പറയുന്നത് എന്താണ്? ധൂർത്താണ്. ഇത് ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? സത്യത്തിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നിയത് എന്നെ വളരെയധികം ബഹുമാനിക്കുന്ന, അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന, കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന എന്റെ സുരേഷ് ബാബു സാറിന്റെ നിഗമനങ്ങളാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? അതിന് രക്ഷയില്ലാഞ്ഞിട്ട് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി മൂലമാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഒരു കൈ കൂപ്പി ചോദിക്കുന്നു, അല്ല അതിനിപ്പോ അടുത്ത് തീരുമാനമാവുമല്ലോ. സുപ്രീം കോടതിയിൽ ഒരു കേസ് കേരളം കൊടുത്തിട്ടുണ്ടല്ലോ. ആ കേസിൽ കേന്ദ്രം കേരളത്തിന് എന്തെങ്കിലും തരാനുള്ളത് തന്നിട്ടില്ല, തരുന്നില്ല എന്ന ആരോപണമുണ്ടോ സുരേഷ് ബാബു സാറേ? ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ധൂർത്തടിക്കാൻ കടം വാങ്ങാൻ അനുവദിക്കണം. ഇനി കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ബജറ്റിനകത്ത് ഒരു കാര്യം ഇവിടെ തൊട്ട് മുമ്പ് സംസാരിച്ച് ചൂണ്ടിക്കാണിച്ചു. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ലോകത്തിൽ ഒരു സംഭാവനയും ചെയ്യാൻ കഴിവുള്ളതല്ല. ഞാൻ പഠിച്ചിടത്തോളം നമ്പിയാരെ കമ്മ്യൂണിസത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴോട് പറഞ്ഞത്, സ്വകാര്യ സ്വത്തിന്റെയും സ്വകാര്യ നിക്ഷേപത്തിന്റെയും നിരാസമാണ് കമ്മ്യൂണിസം. ആ നിരാസത്തിൽ നിന്നും ഇപ്പൊ ലേറ്റസ്റ്റ് 1-ാം നമ്പർ കേരളത്തില് ആരോഗ്യ മേഖലയിൽ സ്വകാര്യ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കും, വിദ്യാഭ്യാസ മേഖലയിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സുരേഷ് ബാബു സാറേ പദ്ധതിയുടെ അർത്ഥം? സൗജന്യ ചികിത്സ വേണ്ടെന്ന് വെക്കുമോ? അതല്ല ആശുപത്രിയുടെ മുമ്പിൽ ഒരു കലക്ഷൻ തൊട്ടി വെക്കുമോ മാതിരിയില്? സ്കൂളുകളിൽ സ്വകാര്യ ജനങ്ങളുടെ പങ്കാളിത്തം തേടുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൗജന്യമായിട്ടുള്ള കുട്ടികളുടെ പഠനം അവസാനിപ്പിക്കും. സ്വകാര്യ സ്കൂളുകളിൽ പോലെ ഞങ്ങൾക്കും ട്യൂഷൻ വേണം, മാഷിമാർക്ക് കൊടുക്കാനുള്ള ശമ്പളം നാളെ മുതൽ നിങ്ങൾ തരണമെന്ന് കേരളം ആവശ്യപ്പെടുകയാണോ? നോക്കുവായി നമ്പിയാരെ, ഞാൻ ദീർഘിച്ചൊന്നും സംസാരിക്കുന്നില്ല. 45 ലക്ഷം തൊഴിൽരഹിതരുണ്ട് കേരളത്തിൽ. അതിൽ 10,000 പേര് MBBSകാരാണ്. 1 ലക്ഷത്തിൽ പകരമുള്ളത് എഞ്ചിനീയർമാരാണ്. 61 ലക്ഷം മലയാളികൾ കേരളത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ വിമാനത്താവളങ്ങൾ ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഗേറ്റ് വേകളാകുന്നു. കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കേന്ദ്ര വിവേചനം കൊണ്ട് തകർന്നു എന്ന് പറയുന്നവർ കേരളത്തിലെ തൊഴിലന്വേഷണം. ഞാൻ ഒറ്റ കാര്യം ഇവിടെ സുരേഷ് ബാബുയോട് ചോദിക്കും സാർ, താങ്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ, 1980-കളിൽ കേരള ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനത്തെക്കാൾ വലിയൊരു തുകയാണ് കേരളത്തിലേക്ക് ഗൾഫ് മലയാളികൾ അയച്ചത്. നോക്കൂ, ഈ കേരളം വിട്ടോടുന്ന ചെറുപ്പക്കാരുടെ ദൈക്ഷണിക ശക്തി, ടെക്നിക്കൽ നോളജ്, വൈജ്ഞാനിക സമ്പത്ത് കേരളം ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളം ഇന്നത്തെ അവസ്ഥയിൽ എത്തുമായിരുന്നുവോ? ഇനി ഇതിപ്പോ നിങ്ങൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നത് ഗതികേട് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഇത് കൃത്യം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വാഗൊണ്ട് പറയുകയല്ല, കടലാസ് കൊണ്ട് കേരള ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടില്ലേ? സെപ്റ്റംബർ 14, 2023 പിരിച്ചെടുക്കാൻ 28,258 കോടി രൂപ കേരളത്തിലുണ്ട്. അതിൽ 6,267 കോടി രൂപ കേരള ഗവൺമെന്റ് സ്റ്റേ കൊടുത്തതാണ്. കേൾക്കണം നമ്പിയാരെ, 10 വർഷമായി GST വകുപ്പിൽ പരിശോധനയില്ല. നികുതി നിർണയം അശാസ്ത്രീയമായതിന്റെ പേരിൽ 4,332 കോടി രൂപ നഷ്ടപ്പെട്ടു. GST നഷ്ടം 13,410. പലിശയ്ക്ക് ഇളവ് കൊടുത്തത് വാങ്ങിയെടുക്കാത്തതിന്റെ പേരിൽ നഷ്ടം 5,979. വൈദ്യുതി വകുപ്പിൽ പിരിച്ചെടുക്കാനുള്ള തുക 3,118. മോട്ടോർ വാഹന വകുപ്പിൽ പിരിച്ചെടുക്കാനുള്ള തുക 2,868. ഞാനത് പട്ടിക വായിക്കുന്നില്ല. സുതാര്യമല്ലാത്ത നിലപാടുകൾ, ട്രഷറിയിലുള്ള അനധികൃതമായ ഇടപാടുകൾ, യഥാസമയം സിസ്റ്റം ഓഡിറ്റ് ചെയ്യാത്തത്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടി എന്റെ സുഹൃത്തിനോട് ചോദിക്കും, ധൂർത്തില്ല കേരളത്തിന് അഭിപ്രായം സുരേഷ് ബാബു സാറിനുണ്ടോ? 114 ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിന് ആവശ്യമുണ്ടോ സർ? 12 DGPമാർക്ക് തിരിയുന്ന കസേരയും വാഹനവും ഓഫീസും
ആവശ്യമുണ്ടോ സർ കേരളത്തിൽ? 21 PSC മെമ്പർമാർ, UPSC പോലും ഇത്രയുമില്ല. ഇവർക്ക് 6 ലക്ഷം രൂപയാണ് നമ്പ്യാർ ഒരു മാസ ശമ്പളം. 6 lakhs. 4,000 അതിപ്പോ 6 റിട്ടയർ ചെയ്താൽ മരണം വരെ അവർക്ക് 3 ലക്ഷം രൂപ പ്രതിമാസം പെൻഷൻ. ഇന്ത്യ രാജ്യത്ത് ലോകത്തെവിടെയെങ്കിലും മന്ത്രിമാരെ സ്വകാര്യ സേവനം നടത്തിയ പാർട്ടി നിശ്ചയിക്കുന്ന ആളുകൾക്ക് സുരേഷ് ബാബു സാറെ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അതിൽ UDFകാരുണ്ട്, LDFകാരുണ്ട്. ഇവ രാജ്യത്തെ സേവിച്ചതിന് സേവനം പെൻഷൻ കൊടുക്കണമെന്ന് ന്യായമുണ്ട്. മന്ത്രിമാരെ സേവിച്ചതിന്, അടുക്കളപ്പണി ചെയ്തതിന്, അവിടെ മുറ്റം തൂത്തതിന് ഖജനാവെന്ന് പണിയെടുത്ത കാലത്ത് ശമ്പളം കൊടുക്കുന്നവർക്ക് ന്യായം വയ്ക്കാം. മരണം വരെ അവർക്ക് പെൻഷൻ. നോക്കൂ, ഇതെന്ത് ന്യായമാണുള്ളത്? ഇപ്പോ അനിൽ നമ്പ്യാരെ നിങ്ങൾ പറഞ്ഞ ഒരാളെങ്കിൽ അവിടത്തേക്ക് അല്ലത്ര ആനയിക്കുന്നത്, വളരെ കൃത്യമായിട്ട് പറയുന്നത് KSRTCയിലേക്ക് അത് അവരെ ഏൽപ്പിക്കാനുള്ള ചില നടപടികൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പൊ പിന്നാമ്പുറം വാർത്തകൾ. KSRTCക്കാർ ഇപ്പൊ അനുവദിക്കും. കാരണം അവർക്ക് ജോലി ചെയ്താൽ ശമ്പളം കിട്ടുന്നില്ല. ഏതാണ്ട് കേട്ടത് അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കി കഴിഞ്ഞു. താങ്കൾ ഇപ്പറഞ്ഞ കമ്മീഷൻ മാത്രമല്ല, കേരളം മൊത്തം അവർക്ക് വിഴുങ്ങാൻ വേണ്ടി തീരെഴുതി കൊടുക്കും. കേരളത്തിലെ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഭീതിയോടെയല്ലേ നമ്മൾ കാണുന്നത്? നോക്കൂ, ഈ ഖജനാവിൽ കഷ്ടപ്പെടുമ്പോഴും സർക്കാർ ആശുപത്രിയിൽ മുട്ടയും ബ്രെഡും നിർത്തിയപ്പോഴാണ് നമ്പർ 1 കേരളത്തിൽ ആരോഗ്യമുണ്ടെന്ന് പറയുന്ന കേരളത്തില് നിങ്ങൾ കേൾക്കണം, 75 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് മാസപ്പടി കിട്ടുന്ന കുടുംബമാണത് നമ്പ്യാരെ. മാസപ്പടി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കരിമണൽ കൊള്ള ചെയ്യാനുള്ള വിഹിതത്തിന്റെ അദ്ദേഹത്തിന് കൊടുക്കുന്ന കൈക്കൂലി. അല്പമെങ്കിലും അച്ഛന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കണ്ടേ? അതും ഖജനാവിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, ഈ ബജറ്റ് എന്ത് പുരോഗതിയാണ് മുന്നോട്ട് വെക്കുന്നത്? വരുമാനത്തെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ചെലവിനെ കുറിച്ചുണ്ടോ? കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ചോദിക്കും, ലോകത്തെവിടെയെങ്കിലും ഈ പാർട്ടി ഭരിച്ചിട്ട്, ഈ ഇടതുപക്ഷ ആശയം ഭരിച്ചിട്ട് നേരെയാക്കിയ ഒരു രാജ്യമോ സംസ്ഥാനമോ പ്രദേശമോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? കേരളം മാത്രം ഈ വിഴുപ്പ് ഭാണ്ഡം ഇന്നും പേറുകയാണ്. ജനങ്ങൾ അനുഭവിച്ചു. കിറ്റ് തിന്നതിന്റെ പിഴയായിട്ട് കേരളം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപറ്റം ആളുകൾക്ക് ധൂർത്ത് നടത്താനുള്ള അവസരമായി ഒഴുകി. ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബജറ്റിൽ ആകെയുള്ളത് വിഴിഞ്ഞം കേന്ദ്ര പദ്ധതി, ഈ പദ്ധതിയിൽ ആകെയുള്ളത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് കേന്ദ്ര പദ്ധതി, ഈ ബജറ്റിൽ ആകെയുള്ളത് വെൽനസ് സെന്ററുകളും കേന്ദ്രം നൽകുന്ന ആരോഗ്യ പദ്ധതി, വിദ്യാഭ്യാസ രംഗത്ത് SSA നൽകുന്ന പണം. ഇതല്ലാതെ എന്ത് പദ്ധതിയാണ് ഇതിനകത്തുള്ളത്? ഏറ്റവും അവസാനം അവർ പറയുകയാണ് പൊതു ഗതാഗതം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പാതകൾ, അതും കേന്ദ്ര ഗവൺമെന്റിൻ്റെത്. ഈ ഗവൺമെന്റിന് എന്ത് നയാ പൈസയാണ് ഇതിനകത്ത് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്? സത്യത്തിൽ അടിമുടി പരാജയപ്പെട്ട ലോക ജനത ശാപമായി എന്ന് തിരിച്ചറിഞ്ഞ് ചൂലി ചാണകത്തിൽ മുക്കി അടിച്ച് പുറത്താക്കിയ ഒരു പ്രത്യയശാസ്ത്രം കേരളത്തിലെ ജനത ഇന്ന് പേറുകയാണ്. ഇപ്പോൾ ഇത് അവരും തയ്യാറായിരിക്കുന്നു. ചാണകത്തിൽ മുക്കി അടിച്ചു പുറത്താക്കാൻ അധികകാലം വേണ്ടി വരില്ല. സുപ്രീം കോടതി വിധി വരുമ്പോൾ കുറെ കൂടെ വ്യക്തത നമുക്ക് കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.